ഹലോ, ഗുഡ് ഈവനിങ്. ദേ നമ്മൾ കുറേ ദിവസമായി ഒരു വ്ളോഗൊക്കെ ചെയ്തിട്ട്. ലാസ്റ്റ് വ്ളോഗിൽ നമ്മൾ സപ്പോട്ട ഹാർവെസ്റ്റിങ് ചെയ്തല്ലേ, ഒരുപാട് പേർക്കത് ഇഷ്ടപ്പെട്ടു. അപ്പം ഇന്ന് നമുക്കിതാ നമ്മളുടെ നാടൻ പയർ വിളഞ്ഞ് നിൽക്കുന്നുണ്ട് വരമ്പത്തൊക്കെ. ഒരുപാട് പേരതാ അതൊക്കെ പൊട്ടിച്ച് കവറിലാക്കുന്നുണ്ട്. നമുക്കൊന്ന് കുറച്ച് പയർ പൊട്ടിക്കാട്ടോ. പാടങ്ങനെ ഫുള്ള് പച്ചപ്പായിട്ട് നല്ല ഭംഗിയിലായിട്ടുണ്ട് കേട്ടോ. എത്ര പെട്ടെന്നാ ഇതാ ഇതൊക്കെ ഇങ്ങനെ വിളഞ്ഞതെന്നറിയോ. ദേ നമുക്കിപ്പോൾ പാടത്ത് വരമ്പത്ത് നിൽക്കുന്ന ഒരുപാട് പച്ചപ്പയറുകളുണ്ട്. അതൊക്കെ നമുക്ക് പറിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാം. ഒരുപാട് പയർ വിളവായി നിൽക്കുന്നുണ്ട്. ഒരുപാടെണ്ണം ആവാനും ആവുന്നുണ്ട്. വിളഞ്ഞ പയർ നോക്കി നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാവേ. ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ കൃഷി ഇറക്കണ സമയത്ത് സൈഡിലെ വരമ്പിലൊക്കെ ഇതേപോലെ ഒന്നിലേക്ക് പയർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പച്ചക്കറികൾ ഇങ്ങനെ നടാറുണ്ട്. നമുക്ക് ആർക്ക് വേണമെങ്കിലും പറിക്കാം കേട്ടോ. അത് അങ്ങനെ നട്ട ആൾ തന്നെ യൂസ് ചെയ്യണം അങ്ങനെയൊന്നുമില്ല. നട്ട ആൾക്ക് തന്നെ പറിക്കാൻ പാടുള്ളൂ എന്നില്ല. ഇവിടങ്ങളിലുള്ള ആൾക്കാരൊക്കെ ഷെയർ ചെയ്തിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായി ഷെയർ ചെയ്യുന്ന ആൾക്കാരായ കാരണം കുഴപ്പമില്ല. ഇത് കണ്ടോ, ഒരുപാട് പയർ വിളഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇത് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. നമ്മളെ നാടൻ പയറായ കാരണം മെഴുക്ക് പുരട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇന്നത്തെ കാലത്ത് ഇങ്ങനെ നാടൻ പയറൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കടകളിൽ നിന്നൊക്കെ മരുന്നടിച്ച് വാങ്ങുന്ന ഒരുപാട് പൊട്ട പച്ചക്കറികളൊക്കെ കഴിച്ച് ഒരുപാട് രോഗങ്ങളുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇതേപോലെയൊക്കെ നാട്ടിൻ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് നാടൻ ജൈവവളത്തിലുള്ള പച്ചക്കറികൾ ഉപയോഗിക്കാനുള്ള സന്തോഷം അത് വേറെ തന്നെ കേട്ടോ. ഇവിടെ ഒരുപാട് പയറുണ്ട് കേട്ടോ. കുറച്ചൊന്നുമല്ല, ഒരുപാട് പയർ ഇപ്പം വിളഞ്ഞിട്ടുണ്ട്. ഇപ്പം അടുത്ത് ഈ തുലാമാസത്തെ മഴയൊക്കെ കൊണ്ടിട്ട് നന്നായി പയർ വിളഞ്ഞിട്ടുണ്ട്. കണ്ടോ,
ഇതൊക്കെ ചെറുതിപ്പം ആയി വരുന്നുള്ളൂ. വിളഞ്ഞ പയറുതാ ഇവിടെ ഉണ്ട്. ഇപ്പം കാലത്തും വൈകിട്ടൊക്കെ നല്ല മഞ്ഞ്, അതാണ് ക്ലൈമറ്റ്. പകൽ ഫുള്ള് നല്ല വെയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ ഉണ്ടായിരുന്നു. ഇപ്പം 2 ദിവസങ്ങളായിട്ട് മഴയ്ക്കൊരു ശമനമുണ്ട്. ഇതേ കണ്ടോ, നല്ല മഞ്ഞിറങ്ങുന്നുണ്ട്. കണ്ടോ, ഒരുപാട് പയറുതാ കീടങ്ങൾ നശിപ്പിച്ചിട്ട് നോക്കൂ. മരുന്നടിക്കാത്ത കാരണം കീടങ്ങൾക്കും വേണ്ടല്ലേ, അവർക്കും വേണ്ട ജീവിക്കാനല്ലേ. നമുക്ക് മാത്രം പോരല്ലോ, ഭൂമിയിലുള്ള മറ്റ് ജീവജാലങ്ങൾക്കും ജീവിക്കണ്ടേ. എന്തായാലും ഇതുപോലൊക്കെയുള്ള ഹാർവസ്റ്റിംഗ് വീഡിയോസാണ് വ്യൂവേഴ്സിന് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടം എന്നെനിക്ക് മനസ്സിലായി. കാരണം വ്യൂസ് കൂടുതലും അങ്ങനത്തെ വീഡിയോസിനാണ് കാണുന്നത്. ഇപ്പോഴും നാടൻ കാര്യങ്ങളോട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് എന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷം. ഇനിയുള്ള വീഡിയോസുകളിലും ഇതുപോലെയുള്ള വീഡിയോസ് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം കേട്ടോ. വീഡിയോ എടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഹാർവസ്റ്റ് ചെയ്യുമ്പം സംസാരം കുറച്ച് ലാഗായിട്ട് വരുന്നുണ്ട്. എഡിറ്റിംഗ് ഒന്നുമില്ല, ഡയറക്റ്റ് ഞാൻ എടുക്കുന്ന എന്താണോ അതാണ് ഞാൻ ഫുൾ വീഡിയോ ആയിട്ട് ഇടാറ്. കാരണം എനിക്ക് എഡിറ്റിങ്ങിനെ പറ്റി വലിയ ധാരണ ഒന്നുമില്ല. ഞാൻ എന്ത് വീഡിയോ എടുക്കുന്നു അത് ഫുള്ളായിട്ട് ഇടാറുണ്ട്. സംസാരത്തിരി ലാഗാണെങ്കിലും വീഡിയോസൊക്കെ കറക്റ്റായിട്ട് ഞാൻ എടുത്ത് ഇടാറുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോന് താഴെ ഒന്ന് കമൻറ്റിൽ പറഞ്ഞാൽ മതി. അപ്പം നമുക്ക് പോരായ്മകൾ പരിഹരിക്കാം. ഓക്കെ. ഇത് വിത്തുകളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ചിലയിടത്തൊക്കെ. കേട്ടോ, നമുക്ക് ആ വിത്തുകൾ മാറ്റിക്കാം. പറിച്ച് വെച്ച് കഴിഞ്ഞാൽ വിത്തുകൾ നടാലോ, ഉണക്കി കഴിഞ്ഞാൽ നടാം. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം. അപ്പം ബൈ ബൈ, നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ.